ഹിന്ദു മിത്തോളജി പ്രകാരം കർമ്മ എന്ന് പറയുന്നത് ദൈവങ്ങളെ പോലും വെറുതെ വിടുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മരണം. കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം മക്കൾ നഷ്ടപ്പെട്ടിട്ടുള്ള ഗാന്ധാരിയുടെ ശാപം യാദവകുലത്തെ പിടികൂടി. കൃഷ്ണന്റെ അനുവാദത്തോടെ തന്നെ ആ ശാപം പൂർണ്ണമായി. യാദവകുലം 36 വർഷങ്ങൾക്ക് ശേഷം തമ്മിലടിച്ചാണ് മരിച്ചത്. യാദവകുലം ഇല്ലാതായെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ കൃഷ്ണന്റെ ജ്യേഷ്ഠനായിട്ടുള്ള ബലരാമൻ സ്വയം ശരീരം ഉപേക്ഷിച്ച് വൈകുണ്ഠത്തിലേക്ക് ചേർന്നു. കൃഷ്ണനാവട്ടെ ഒരു കാട്ടിലേക്ക് ഒറ്റയ്ക്ക് പോയി ഒരു മരച്ചുവട്ടിലിരുന്ന് ഏകാന്തമായിട്ട് ധ്യാനിക്കുകയായിരുന്നു. ആ സമയത്ത് ജാരൻ എന്നു പേരുള്ള ഒരു വേട്ടക്കാരൻ കൃഷ്ണന്റെ കാൽപാദം കണ്ട് അതൊരു മാനിന്റെ ചെവിയായിരിക്കുമെന്ന് തെറ്റിദ്ധരിച്ച് ഒന്നും ആലോചിക്കാതെ അമ്പെയ്തു. അബദ്ധം മനസ്സിലാക്കിയ ജാരൻ അപ്പോൾ തന്നെ കൃഷ്ണന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു. ആ സമയത്ത് കൃഷ്ണൻ പറഞ്ഞ കാര്യം, ഇത് നിന്റെ തെറ്റല്ല, എൻ്റെ പൂർവ്വജന്മത്തിലെ രാമൻ ബാലിയെ ഒളിയം പെയ്തതിൻ്റെ ഫലമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. കർമ്മഫലത്തിൽ നിന്ന് ആർക്കും ഒളിച്ചോടാനാവില്ലെന്നാണ്. ഈ സംഭവത്തിന് ശേഷം കൃഷ്ണൻ തൻ്റെ ഭൗതിക ശരീരം വെടിഞ്ഞ് നാരായണ ലോകത്തിലേക്ക് മടങ്ങിപ്പോയി. ഇതിലൂടെ അദ്ദേഹം ലോകത്തെ പഠിപ്പിച്ച പാഠം സത്യവും ധർമ്മവും കർമ്മയും ഒരിക്കലും തോൽക്കില്ല എന്നാണ്. സോ കർമ്മ എന്ന് പറയുന്നത് ഒരു പണിഷ്മെൻ്റ് അല്ല, അതൊരു ബാലൻസ് ആണ്. അത് കാത്തിരിക്കുന്നു, ഓർത്തു വയ്ക്കുന്നു, തിരികെ വരുന്നു. ദൈവങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ പോലും.